സൂര്യൻ ഉദിക്കില്ല. ഉദിക്കണമെങ്കിൽ 136 ദിവസം കഴിയണം. നമ്മുടെ നാട്ടിൽ ഓരോ ദിവസവും രാവിലെ സൂര്യൻ ഉദിക്കും, വൈകിട്ട് അസ്തമിക്കും. ഈ പ്രക്രിയ കൃത്യമായി നടക്കുന്നത് കൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറേയില്ല. എന്നാൽ കാനഡയിലെ അലേർട്ടിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. അലേർട്ടിലെ സൂര്യോദയം ഒക്ടോബർ 13 അവസാനിച്ചു. അന്നത്തെ അസ്തമയത്തിനു ശേഷം ഇനി സൂര്യോദയം കാണണമെങ്കിൽ 136 ദിവസം കഴിയണം. ഏകദേശം 6 മാസം കഴിഞ്ഞാൽ മാത്രമാണ് സൂര്യപ്രകാശം ഈ പ്രദേശത്ത് ലഭിക്കുകയുള്ളൂ. ഉത്തര ധ്രുവത്തിൽ നിന്ന് 817 കിലോമീറ്റർ മാറിയുള്ള അലേർട്ടിൽ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. ഗവേഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലം കൂടിയാണ് ഇവിടമെങ്കിലും ഭൂമിയിലെ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശവുമാണ് അലേർട്ട്. അത്ഭുത പ്രതിഭാസമാണ് ഇവിടെയുള്ള സൂര്യാസ്തമയം. 6 മാസത്തോളം ഇവിടെ ഇരുട്ടിലായിരിക്കും. പിന്നെയുള്ള ഏക വഴി കൃത്രിമ വെളിച്ചത്തിന്റെ സഹായത്തോടെയുള്ള ജീവിതമാണ്. നമുക്കൊന്നും ചിന്തിക്കാനേ സാധിക്കില്ല. അലേർട്ടിലെ മറ്റൊരു പ്രത്യേകത, ഈ സമയങ്ങളിൽ അതികഠിനമായ തണുപ്പാണ് ഇവിടെ അനുഭവപ്പെടുക. മിക്കവാറും -40 ഡിഗ്രി തണുപ്പാണ് ഉണ്ടാവാറുള്ളത്. 6 മാസം നീണ്ടു നിൽക്കുന്ന രാത്രികളെ തരണം ചെയ്യുമ്പോൾ മാനസികമായും ശാരീരികമായും വെല്ലുവിളികളിലൂടെയാണ് ഇവിടുത്തെ ജനങ്ങൾ കടന്നുപോകുന്നത്. ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിലുണ്ടാവാറുള്ള ചെരിവാണ് ഈ പ്രതിഭാസത്തിന് കാരണം. മഞ്ഞുകാലത്ത് ധ്രുവ പ്രദേശങ്ങളിൽ ചക്രവാതത്തിനു താഴെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യാറുള്ളത്. ഇതുമൂലം സൂര്യരശ്മികൾ ഈ പ്രദേശത്തേക്ക് പതിക്കാറില്ല. എന്നാൽ വേനൽക്കാലം തുടങ്ങിയാൽ തുടർച്ചയായ സൂര്യപ്രകാശം ലഭിക്കുകയും ചെയ്യും. ആർട്ടിക്, അന്റാർട്ടിക് എന്നിവിടങ്ങളിലെ മേഖലകളിൽ ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്വാൽബോർഡ്, ജാൻ മയേൻ, ട്രോംസോ എന്നിവിടങ്ങളിലും സൂര്യപ്രകാശത്തിനായി ദിവസങ്ങളോളം കാത്തിരിക്കാറുണ്ട്. പ്രപഞ്ചത്തിൽ നടക്കുന്ന പല പ്രതിഭാസങ്ങളും അത്ഭുതപ്പെടുത്തുന്നവയാണ്. അവയെക്കുറിച്ചറിയാനും മനസ്സിലാക്കാനും സാധിക്കുക എന്നതും ഒരു മനുഷ്യനെ സംബന്ധിച്ച് അറിവിന്റെ ഭാഗമാണ്. എക്സ്പ്രസ് വാർത്തയ്ക്ക് വേണ്ടി സൗര്യ കണ്ണൻ.